നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തിക തട്ടിപ്പുകൾ വർദ്ധിച്ച് വരുന്നതായും ഇത്തരം തട്ടിപ്പുകാരെ പൂട്ടുകയാണ് അടുത്ത ലക്ഷ്യമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരു ബോർഡും വെച്ചുകൊണ്ട് ഒരു ചെറിയ വാടക മുറിയിൽ 2 ജീവനക്കാരെ നിയമിച്ച ശേഷം നിക്ഷേപം സ്വീകരിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. 1-2 മാസം പണം നൽകിയ ശേഷം അവർ മുങ്ങും. മലയാളികൾക്ക് എന്നെ പറ്റിച്ചോ എന്ന നിലപാടാണ് ഉള്ളത്. പാവപ്പെട്ട കുടുംബങ്ങളുടെ കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ നഷ്ടപ്പെടുന്നത്. ഇത്തരം തട്ടിപ്പുകൾ തടയാൻ ഫലപ്രദമായ നടപടി ഉടൻ സ്വീകരിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പ്രതീക്ഷിച്ചതിലും വലിയ വിജയമാണ്. 35 കോടിയിലധികം രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തു. ഭാവി തലമുറയെ രക്ഷിക്കാനുള്ള ദൗത്യമാണ് തൂഫാനെന്നും മന്ത്രി പറഞ്ഞു. കുറ്റം ചെയ്യുന്നവർ മാത്രം പോലീസിനെ പേടിച്ചാൽ മതിയെന്നും പോലീസിനെ ജനസൗഹൃദമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് വേട്ടയ്ക്ക് ശേഷം ഇനി പോലീസ് സാമ്പത്തിക തട്ടിപ്പുകാരെയാണ് നോട്ടമിടുന്നത്. മണിച്ചേരി നടത്തി നാട്ടുകാരുടെ കാശ് പറ്റിച്ചവരും മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി വഴി കോടികൾ മുക്കിയവരും ഒക്കെ ഇതിൽപ്പെടും. നേരത്തെ നയനം എന്ന പേരിൽ കുന്നംകുളം സ്വദേശി ഗോകുൽ കൃഷ്ണയും സംഘവും നടത്തിയ തട്ടിപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇങ്ങനെ കൈക്കലാക്കിയ പണമെല്ലാം ഗോകുൽ കൃഷ്ണ ഹോങ്കോങ്ങിലേക്ക് എത്തിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. പിന്നീട് ആ പണം തിരികെ ഇവരുടെ വാലറ്റുകളിലേക്ക് എത്തിയതുമില്ല. കമ്പനിയുടെ ആപ്പ് തന്നെ പ്രവർത്തനം നിലച്ച അവസ്ഥയിലായിരുന്നു. അതുപോലുള്ള കമ്പനികൾ എല്ലാം ഇനി വരാൻ പോകുന്ന ഓപ്പറേഷന്റെ ഭാഗമായി ചോദ്യം ചെയ്യപ്പെടും. കണക്കുകൾ, അംഗീകാരത്തിന്റെ പേപ്പറുകൾ, രജിസ്ട്രേഷനൊക്കെ വളരെ കൃത്യമായി തന്നെ ഇവർക്കെല്ലാം ഹാജരാക്കേണ്ടി വരും. നയനം തട്ടിപ്പ് നടത്തിയവരിൽ പ്രധാനിയായ ഗോകുൽ കൃഷ്ണ ആളുകളെ വിളിച്ചുകൂട്ടി പല മീറ്റിംഗുകളും നടത്തി. ഒരിക്കലും നടക്കാത്ത പല വാഗ്ദാനങ്ങളും നൽകിയിരുന്നു. അതെല്ലാം ഇനി തൂഫാൻ സ്ക്വാഡിന് മുമ്പാകെ തെളിവുകളായി സമർപ്പിക്കാവുന്നതാണ്. ലഹരി മാഫിയ നമ്മുടെ നാട്ടിലെ യുവാക്കളെയും കൗമാരക്കാരെയും കാർന്നു തിന്നുന്ന ഒരു ഭീകരനാണെങ്കിൽ അതിലും വലിയ ഭീകരരാണ് സാമ്പത്തിക കുറ്റവാളികൾ. മുതിർന്നവരും പ്രായമായവരും ഒക്കെയാണ് ഇവരുടെ ഇരകളായി മാറുന്നത്. വാർദ്ധക്യത്തിലേക്ക് അടുക്കുമ്പോൾ പലർക്കും ജോലി ചെയ്യാൻ പറ്റാതെയാകും. അപ്പോൾ അന്നേ വരെ അധ്വാനിച്ച് കിട്ടിയ പണം ഈ തട്ടിപ്പ് കമ്പനികൾ വഴി ഇരട്ടിപ്പിക്കാം എന്ന ഓഫറുമായി ഇവരെത്തും. ഇങ്ങനെ പണം നഷ്ടമായാൽ പലരും ജീവനെടുക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തുന്നത്. അതേപോലെ തന്നെയാണ് ക്രിപ്റ്റോ തട്ടിപ്പും US ഡോളർ ട്രേഡിംഗുമെല്ലാം. പണം നിക്ഷേപമായി മേടിക്കാൻ അധികാരമുള്ള ചുരുക്കം ചില സ്ഥാപനങ്ങൾ മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അല്ലാതെ പണം മേടിച്ചവരെല്ലാം തന്നെ കുടുങ്ങും. ഗോകുൽ കൃഷ്ണയും നയനമും ഒക്കെ അതിന്റെ പരിധിയിൽപ്പെടും. ഇപ്പോൾ ആഗസ്റ്റിൽ ചെന്നിത്തലയുടെ സംഘം പുതിയ വേട്ടയ്ക്ക് ഇറങ്ങുകയാണ്. ഞങ്ങളുടെ കമ്പനിയിൽ ഞങ്ങൾക്ക് പണം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പരാതിയില്ല എന്നൊക്കെ കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പിരമിഡ് സ്കീം വഴി ആളുകളെ ചേർത്ത് കമ്മീഷൻ വാങ്ങുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും പിടിവീഴും. ഏതെങ്കിലും വിധത്തിലുള്ള സ്കീമിൽപ്പെട്ട് നിങ്ങളുടെ പണം നഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള തൂഫാൻ വാരിയേഴ്സിനെയോ പോലീസിനെയോ അറിയിക്കുക. നമ്മുടെ നാട്ടിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്.